എൽ ഡി എഫിൽ തുടരുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടില്ല എന്ന മട്ടിലൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം ഇന്ന് ജോസ് കെ മാണിയുടെ FB പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ ജോസ് പലതവണയായി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾ ഇങ്ങനൊരു വലിയ പ്രചാരണം കൊണ്ടുവന്നപ്പോഴൊക്കെ നേരിട്ട് തന്നെ കൈരളിയോടക്കം സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, UDFിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി എന്ന് പറയുന്ന ജോസ് കെ മാണി അടക്കം മുന്നോട്ട് വെച്ച വിമർശനം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നു എന്നൊരു പ്രശ്നം ഇതിനകത്തില്ലേ? രണ്ട്, KM മാണി തന്നെ UDFിനകത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം കേരള കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് വളരെ പരസ്യമായി മുൻപ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നണി മാറ്റവും ഇടതുമുന്നണിക്കൊപ്പം ചേർന്നതുമായ സാഹചര്യം. ഏതെങ്കിലും തരത്തിൽ അവരെ കാത്തു നിൽക്കുന്ന ഒരു UDF ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ, VD സതീശൻ. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്താകുമോ അതോ പൂവണിയുമോ? ശ്രീ അനിൽകുമാർ. യഥാർത്ഥത്തിൽ UDF എന്ന് പറയുന്നത് ഭയപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ടതോടെ ഭ്രാന്തെടുത്ത നിലയ്ക്ക് ഭയപ്പെട്ട് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയായിരിക്കുകയാണ്. UDF നേതാക്കന്മാർ ഭാവിക്കുന്നത് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ജയിച്ചു എന്നാണ്. പക്ഷേ അവർക്കറിയാം സംഗതി അത്ര എളുപ്പമല്ല. കേരളത്തിലെ LDF സർക്കാരിനെ അട്ടിമറിക്കുന്ന പണി അത്ര എളുപ്പമല്ല. ആളുകളുടെ കണ്ണിൽ കാണുന്ന ഈ നേട്ടങ്ങളൊക്കെ മൂടിവെക്കാനോ വികസനം മൂടിവെക്കാനോ ഒന്നും അത്ര എളുപ്പമല്ല എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി വിസ്മയം കാണിക്കാൻ പോവാണ്. വലിയ ഡയലോഗാണ് ഇതൊക്കെ. കനകോലും എഴുതി കൊടുക്കുന്നതാണ്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. പിന്നെന്താ വിസ്മയം? ഈ കനകോലും ഇല്ലായിരുന്നോ ഹരിയാനയിൽ? ഈ കനകോലും ഇല്ലായിരുന്നോ ഡൽഹിയിൽ? നിങ്ങൾ വിസ്മയം പറയുമ്പോൾ മറ്റന്നാൾ മകരസംക്രമം ഒന്ന് കഴിഞ്ഞാൽ ആ ബീഹാറിലെ മൊത്തം കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകാൻ പോവുക. അപ്പോൾ കേരളത്തിൽ മാത്രം വിസ്മയം മതിയോ? കേരളത്തിലെ വിസ്മയം മുസ്ലിം ലീഗാണ്. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ദയനീയമായി തോറ്റു. കേരളത്തിലെ തദ്ദേശത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഈ കോൺഗ്രസ് പാർട്ടി ജയിച്ചത്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഗതിയുണ്ടോ? അതുകൊണ്ട് അധികാരത്തിൻ്റെ പങ്ക് ഒരു മതരാഷ്ട്രീയക്കാർക്ക് നൽകി പാപപങ്കിലമായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിലെ ജനങ്ങൾ കൈയൊഴിയുമെന്ന് നല്ല ധാരണ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവരെന്താണ്? അവരെന്നാൽ LDFനെ ഒന്ന് ദുർബലമാക്കി കളയാമോ? ഇന്നത്തെ LDF ഉണ്ടാകും മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കേരളം ഇതേപോലെ തന്നെ എത്രയോ തവണ ഭരിച്ചിട്ടുണ്ട്. 87 ഞങ്ങളെങ്ങനെയാണ് ഭരിച്ചത്? അതാ പിന്നെ 89 ബഹുമാനപ്പെട്ട PJ ജോസഫ് അന്ന് VS അച്യുതാനന്ദൻ ഒരു കേസിനകത്ത് അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രതികാരത്തിനൊരു പോക്ക് പോയല്ലോ. ഞങ്ങൾക്ക് ഇല്ലാണ്ടായോ? തകർന്നങ്ങ് പോയോ? 2009 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവി 2010 പഞ്ചായത്ത് ഇലക്ഷനിലായിരുന്നു. പിന്നെ എത്രയോ വട്ടം LDF അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഇത്തരം കുതന്ത്രങ്ങളൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. അതിനൊന്നും കേരളം ചെവി കൊടുക്കാൻ പോകുന്നില്ല. ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ, ഇന്നലെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിൻ്റെ 5 MLAമാർ മുഖ്യമന്ത്രിക്കൊപ്പം സമരത്തിൽ. അതിൻ്റെ പടം പങ്കുവെച്ചുകൊണ്ട് തുടരുമെന്ന് രാവിലെ പറഞ്ഞാൽ, പത്രസമ്മേളനം നടത്തി വളരെ രോഷത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഈ വ്യാജ വാർത്തയ്ക്ക് വസ്തുതയുണ്ടോ? അടിത്തറയുണ്ടോ? എന്തെല്ലാം നുണയാണ് കനകൂലം ഉണ്ടാക്കുന്നത്? സോണിയാഗാന്ധി ചർച്ച നടത്തി. സോണിയാഗാന്ധി ആ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയായിട്ട് ചർച്ച നടത്തിയതിൻ്റെ കേട് തീർന്നിട്ടില്ല. പിന്നെ ജോസ് കെ മാണിയെപ്പോലുള്ള മാന്യതയുള്ള രാഷ്ട്രീയമുള്ളവരാരെങ്കിലും ഈ ഇത്തരം ചർച്ചയ്ക്ക് പോവുമോ? ആദ്യം അതൊന്ന് വ്യക്തമാക്കുക കോൺഗ്രസ്. എന്തെല്ലാം ആളുകളാണ് വാർത്തകളാണ് നിർമ്മിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയ കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഞങ്ങളിന്ന് പകൽ സംസാരിച്ചു. ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നിർദ്ദേശിച്ചനുസരിച്ച് എന്നെക്കുറിച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു. പിന്നെ ജോസ് കെ മാണി വിചാരിച്ചില്ല ഇത്രയും കെട്ട വാർത്തകൾ ഈ കനകോലം ഉണ്ടാക്കുമെന്ന്, കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന്. സോണിയാഗാന്ധിയുടെ പേരൂടെ വെച്ച് വ്യാജ വാർത്ത ഉണ്ടാക്കിയില്ലേ നിങ്ങൾ? സോണിയാഗാന്ധി ഇടപെട്ടു എന്ന് അവസാനം അവിടുന്ന് തന്നെ നിഷേധിക്കേണ്ടി വന്നില്ലേ? എന്താ സത്യത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാടെന്താ? ഞാനിപ്പോൾ വേറൊരു ചർച്ചയാണ് വരുന്നത്. അവർ പറയേണ്ടത് അങ്ങോട്ട് ചർച്ചയാണ് നടക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ ഈ കളി? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട KM മാണി സാറിൻ്റെ വിൽപ്പത്രം വായിക്കണം. വിൽപ്പത്രം കൊണ്ട് വായിക്കണം. എന്താ വിൽപ്പത്രത്തിൽ പറയുന്നറിയാവോ? പിന്നിൽ നിന്ന് കുത്തി ആര്? കോൺഗ്രസ് പാർട്ടി.
ചരൽക്കുന്നിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട്, വേണം കൊണ്ട് കേൾപ്പിക്കാം. നമ്മൾ കാണിച്ചു അത്. മാത്രമല്ല ഈ ചർച്ചയുടെ കെ ഭാഗമായി എം മാണി സാർ അന്തരിച്ച ശേഷം ജോസ് കെ മാണി എന്ന് പറയുന്ന കെ എം മാണി സാർ അന്തരിച്ച ശേഷം ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതെയാക്കാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചന മറന്നുപോയോ? അതോടുകൂടി ജോസ് കെ മാണി എന്നൊരു അദ്ദേഹം ഇല്ല. എന്തിന്? പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കെ എം മാണി സാറിൻ്റെ പിൻഗാമിയായിട്ട് ഒരു സ്ഥാനാർത്ഥി ജോസ് ടോം മത്സരിക്കുമ്പോൾ ചിഹ്നം കൊടുത്തോ? പി ജെ ജോസഫിൻ്റെ പാർട്ടി ചിഹ്നം കൊടുത്തോ? കേരള കോൺഗ്രസിന് ചിഹ്നം ഉണ്ടായിരുന്നു. അന്ന് എൽ ഡി എഫ് ജയിച്ചത്. എൽ ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച എൽ ഡി എഫ് ആണ് സുരക്ഷിതം എന്ന് മനസ്സിലാക്കിയിട്ടാണ് കേരള കോൺഗ്രസും എൽ ഡി എഫിലേക്ക് വന്നത്. പാലായിൽ തോറ്റപ്പോൾ എന്താണ്? പി ജെ ജോസഫ് എന്ന് പറയുന്ന വഞ്ചകൻ ചിഹ്നം കൊടുത്തില്ല കെ എം മാണി സാറിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ. ഇതാണ് പാലയുടെ അനുഭവം. അവിടെ ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിച്ചെങ്കിലും കെ എം മാണി സാർ പറഞ്ഞ പോലെ എൽ ഡി എഫും കേരള കോൺഗ്രസ് പാർട്ടി കൂടെ നേരിട്ടാണ് മുറ്റിയിട്ട്. പിന്നിൽ നിന്ന് കുത്താൻ പോയില്ല. പിന്നിൽ നിന്ന് കുത്തിയത് പി ജെ ജോസഫാണ്. ജോസ് കെ മാണി എന്ന് പറഞ്ഞ നേതാവില്ലാതെയാകത്തക്ക വിധം പിന്നിൽ നിന്ന് കുത്തി. അവസാനം ഇപ്പം എന്തുണ്ടായി? 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ വലുത്? ജോസ് കെ മാണിൻ്റെ പാർട്ടിയാണോ വലുത്? അത് കഴിഞ്ഞ് നിയമസഭ വന്നു. ഏത് പാർട്ടിയാണ് വലുത്? അത് കഴിഞ്ഞ് മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ ചീഫ് വിപ്പ് സ്ഥാനവും. ഈ 5 കൊല്ലക്കാലത്തെ അന്തസ്സായ ഭരണം. ഓക്കെ, കേരള കോൺഗ്രസ് ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങളിൽ ഫലപ്രദമായ നിലപാട് എൽ ഡി എഫ്. എന്ത് പ്രശ്നം അവിടെ അവശേഷിക്കുന്നത്? ഓക്കെ. അപ്പോൾ പിന്നെ കനകോലിന് ഇളക്കണം. ആ ഇളക്കമൊന്നും എൽ ഡി എഫ് നടക്കാൻ പോകുന്നില്ല. അത് അവർ പച്ചയ്ക്ക് പറഞ്ഞിട്ടും കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ പണം വാങ്ങി കൊട്ടേഷൻ എടുത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജോസ് കെ മാണിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പടം വെച്ച് കൊട്ടേഷൻ നടത്താമോ മാധ്യമപ്രവർത്തനം? എന്താണ് വിസ്മയം? ഏത് വിസ്മയം? വി ഡി സതീശൻ്റെ മുഖം വെച്ച് വിസ്മയം എന്ന് പറഞ്ഞാൽ ഉടനെ കനകോലുവിൻ്റെ വിസ്മയം വെച്ച് ഞങ്ങൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ആ ബീഹാറിൽ മറ്റന്നാൾ വിസ്മയം കാണാം, മൊത്തം പോവുകയാണ് ഇവിടെ ബി ജെ പിയിലേക്ക്. അത് കേരളത്തിൽ ഉണ്ടാകാതിരിക്കണം. എൽ ഡി എഫ് ജയിക്കണം.